കോതമംഗലത്തേക്കാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുകയും സംസ്കാര ശുശ്രൂഷകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങിലേക്ക് കടക്കും. അങ്ങനെ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി എൽദോസ് മടങ്ങുകയാണ്. കുട്ടമ്പുഴയുടെ നെഞ്ച് പൊട്ടുകയാണ്. പ്രിയപ്പെട്ട നാടിൻ്റെ ഒരു പുത്രൻ കൂടി കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആ നാട് കണ്ടത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വരുമ്പോഴും അതിലെ വിവരങ്ങൾ ആന എത്രത്തോളം ഒരു മനുഷ്യനോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അമ്മയുടെ നനഞ്ഞ കണ്ണുകൾ, സഹോദരിയുടെ ദുഃഖ സാന്ദ്രമായ മിഴിനീര്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇരുവരും അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ നിമിഷങ്ങളിൽ ജനപ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുകയാണ്. രാഗിൻ, നേരത്തെ നിശ്ചയിച്ചിരുന്നത് 3 മണി എന്നായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാരത്തിനായി മൃതദേഹം കൊണ്ടുപോകുമോ? ജനപ്രതിനിധികളായി ആരൊക്കെയുണ്ട് അവിടെ? എൽദോസിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയുള്ള മാർത്തോമ പള്ളിയിലാണ് ഇപ്പോൾ സംസ്കാര അല്ലെങ്കിൽ പ്രാർത്ഥനാ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനുശേഷം സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്തുള്ള സെമിത്തേരിയിലാണ്. അവിടേക്ക് കൊണ്ടുപോകും. ഇപ്പോഴെന്തായാലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിൽ എത്തിക്കുകയായിരുന്നു. 1:45 വീട്ടിൽ കൊണ്ടുവന്നത്. വീട്ടിൽ അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങൾക്കാണ് സാക്ഷിയായത്. കാരണം അമ്മയ്ക്കും അച്ഛനെയും സംബന്ധിച്ചിടത്തോളം ഏക മകൻ അല്ലെങ്കിൽ ആ ഏക മകനായിരുന്നു. മകന് മാത്രമല്ല കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. അവർക്കുള്ള ഏക ആശ്രയമായിരുന്നു. ആ മകനാണ് കഴിഞ്ഞ ദിവസം ആന ചവിട്ടി കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നാടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ കണ്ണീരിൽ ആകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ അവർക്കൊപ്പം ജീവിച്ച് ആ നാട്ടുമ്പുറത്തുകാരനായി ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരം ഒരു സംഭവത്തിൽ ജീവൻ നഷ്ടമായത്. മാത്രമല്ല കാട്ടാന ഭീതിയെക്കുറിച്ചും കാട്ടാന ആക്രമണങ്ങളെക്കുറിച്ചും ഒക്കെ അവരൊക്കെ തന്നെ ഒരു വലിയ ജാഗ്രത പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത് സംഭവിച്ചത് എന്നതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല പ്രതിഷേധവുമുണ്ട് അധികാരികൾക്കെതിരെ ഇത്തരം ഒരു സംഭവങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നയിച്ചതിൽ. ഇത്തരം ഒട്ടനവധി ഘടകങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം ഇവിടെ വന്ന മൃതദേഹം നേരെ കൊണ്ടുപോവുക പള്ളി സെമിത്തേരിയിലേക്കായിരിക്കും. ഇവിടെ സെമിത്തേരി ഇല്ല. അതുകൊണ്ട് ഒരു 10-12 കിലോമീറ്റർ അപ്പുറം ചേലാട് ഭാഗത്താണ് സെമിത്തേരി ഉള്ളത്. അവിടേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ സംസ്കാരം നടക്കും. എന്തായാലും പ്രാർത്ഥനാ ശുശ്രൂഷകൾ പള്ളിയിൽ നടക്കുകയാണ്. വീട്ടിലും പ്രാർത്ഥന ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ പ്രമുഖർ അവിടേക്ക് ഒഴുകിയെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. കാട്ടാന ആക്രമണം അത്രത്തോളം ഭീതി ഈ മേഖലയിലൊക്കെ തന്നെ വിതച്ചിരുന്നു. അതിന്റെ ഒക്കെ തന്നെ പരാതികളും ഒക്കെ പല തവണ പല ആളുകളൊക്കെ തന്നെ അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇത്തരം ഒരു സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുന്നു. തൊട്ടടുത്തുള്ള മാർത്തോമ പള്ളിയിലാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം അടക്കം ചെയ്യുന്നതിനായി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. രാഗിൻ, എൽദോസിനെ അറിയാവുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവം കേട്ടറിഞ്ഞ് വന്ന ആളുകൾ ഒക്കെ ഉണ്ടല്ലോ. ഏകദേശം 25,000 ആളുകളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞയുടൻ ഞെട്ടലുളവായി എത്തുന്ന ഒരുപാട് ആളുകൾ നാനാ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. രാവിലെ നമ്മൾ കണ്ടതാണ്. ഈ സംസ്കാരത്തിന് ശേഷമുള്ള അടുത്ത അവരുടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ വീണ്ടും കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ? മൃതദേഹം സംസ്കരിക്കുമ്പോൾ സാന്നിധ്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെയുള്ള പ്രതിനിധികൾ ആരൊക്കെ ഉണ്ടാകും?
വൈകിട്ട് കോതമംഗലത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചുണ്ട് DFO ഓഫീസിലേക്ക്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി തവണ പല പരാതികളും പലരും ഒക്കെ മുന്നോട്ട് വച്ചിട്ടും അതിലൊന്നും നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എൽദോസിന്റെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പള്ളിയിൽ മാർത്തോമ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ മൃതദേഹം 1:45 വീട്ടിൽ എത്തിക്കുകയായിരുന്നു. സ്ഥലത്തെ MLA അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ ഇവരെയും നെഞ്ചുപിടയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. കാരണം കുടുംബാംഗങ്ങളൊക്കെ തന്നെ അലമുറയിട്ട് കരയുകയായിരുന്നു. ആ കരച്ചിൽ കണ്ട് ഒപ്പം അവിടെ നിന്നവർക്കൊക്കെ കണ്ണ് ഈറനണിഞ്ഞു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആ നാട്ടിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാധാരണ ഒരു മരണമല്ല, ഇത്തരമൊരു ഭീതിജനകമായിട്ടൊരു അവസ്ഥയിലൂടെ കടന്നുപോയി കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളും ഇവരുടെ മുന്നിൽ ഉണ്ട്. ഇത് പലതവണ പരാതികളൊക്കെ തന്നെയായി എത്തിയിട്ടും ഉണ്ട്. അങ്ങനെ ഉൾപ്പെടെ ഉള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ് ഇങ്ങനെ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇതൊരു മരണം സംഭവിച്ചത്. എന്തായാലും കാട്ടാന ചവിട്ടി കൊന്ന ഈ എൽദോസിന്റെ മൃതദേഹം ഇപ്പോൾ പള്ളിയിലാണുള്ളത്. പള്ളിയിൽ പ്രാർത്ഥന ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ തൊട്ടടുത്തല്ല, ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറമുള്ള ചേലാട് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ DFO ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്. രാഗൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടു നിന്നവർക്കൊന്നും സഹിക്കാൻ കഴിയാത്ത വിധമാണ് ദുഃഖം അവിടെ അലയടിക്കുന്നത്. നാടിനെ സംബന്ധിച്ചോളം അവർക്ക് പരിചിതനായ ഒരു വ്യക്തിയാണ്. ഒപ്പം കേട്ടറിഞ്ഞ ആളുകൾക്കൊക്കെ തന്നെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. അങ്ങനെ വിലാപങ്ങളുടെ കാഴ്ചയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാടിനകത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലയിലുള്ള ജാഗ്രതകളും കൂട്ടായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും അതിന് നാട് ഒരുമിച്ച് തന്നെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വർഗീസേട്ടന്റെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും ഇവിടെ നമുക്കറിയാം ഈ പ്രദേശത്തേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അത് പ്രിയപ്പെട്ട എൽദോസിനെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെയോ ഒന്നും ഒരു നോക്ക് പോലും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും കാണാത്ത വിദൂര ദേശങ്ങളിൽ അടക്കമുള്ള ഒരുപാട് മഹനീയ വ്യക്തിത്വങ്ങളാണ് ജനങ്ങളാണ് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഇന്നലെ ആ സമയം മുതൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ മാധ്യമങ്ങളെല്ലാം അതാത് നിമിഷങ്ങളിൽ ഈ ഒരു ആക്രമണത്തിന്റെ തീവ്രതയും ആ കുടുംബവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിന് മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ജാഗ്രത ഭരണകൂടവും വനംവകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് പ്രത്യേകമായ കൂട്ടായ ഇടപെടലാണ് നമുക്കിവിടെ ഉണ്ടാവേണ്ടത്. ഇന്നലെ ബഹുമാനായ വൈദികരടക്കം ആ നിമിഷം മുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും പേര് ഞാൻ പറയുന്നില്ല, വളരെ കൃത്യതയോടുകൂടി ഇത് എൽദോസിന്റെ സഹോദരന്റെ ഒരു വിഷയമല്ല, ഇതൊരു നാടിന്റെ വിഷയമാണ്, ഒരു ജനതയുടെ വിഷയമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി ഇടപെടുകയുണ്ടായി. ആ ഇടപെടലിന്റെ തുടർച്ച വളരെ ഗൗരവത്തോടു കൂടി ഭരണകൂടം, ഗവൺമെന്റ്, മറ്റ് സംവിധാനങ്ങളൊക്കെ ആ നിലയിൽ തന്നെ കാണുകയും തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഒരിക്കൽ കൂടി അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ശ്രീ ആന്റണി ജോൺ സാറിനോടൊപ്പം ഈ സമയം രേഖപ്പെടുത്തുന്നു. മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു പെടുന്നാടൻ അവർ പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം എൽദോസിന്റെ മൃതദേഹം സംസ്കരിക്കും. കോതമംഗലം പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കാൻ പോകുന്നത്.